ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം തിരിച്ചറിവ് രണ്ടാം ഭാഗം. മോനെ രാജ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാതെ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവാ. കുടിയൊക്കെ നിർത്തി നിന്റെ കുട്ടി നല്ലപോലെ ജീവിക്കണം. തുപ്രങ്ങോട്ടപ്പന് നല്ലൊരു നിവേദ്യം നേർന്ന് ഇന്ന് തന്നെ തുടങ്ങണം. അത് അമ്മ പോയാലും നിന്റെ കുട്ടി കണ്ണിലുണ്ടാവും ഈ അമ്മയുടെ. മോളെ, അച്ഛനൊരു ഗ്ലാസ് ചായ എടുത്തു കൊടുന്നേ. എനിക്ക് വയ്യ, എനിക്ക് പോകാൻ തിരക്കുണ്ട്. അമ്മയോട് അങ്ങാ പറ. മോളെ, നീ എവിടേക്ക് ഇന്ന് പോകുന്നത്? ഇന്ന് കോളേജൊന്നും ഇല്ലല്ലോ. പുറത്തേക്ക് തന്നെ ഇറങ്ങുമ്പോഴേക്കിനും ഓരോ ചോദ്യങ്ങളും. കോളേജില്ലെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്നുണ്ടോ? അമ്മേ, ഞാൻ പോകുന്നു. മോളെ, എന്താ മോളെ അച്ഛൻ ചോദിച്ചതിന് മറുപടി പറയാതെ തർക്കുത്തരം പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? തർക്കുത്തരൊന്നല്ല, എനിക്ക് നേരം വൈകുന്നുണ്ട്. അച്ഛന്റെ വാക്കുകൾ കേൾക്കാനും അച്ഛന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാനും കൊതിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നൊന്നും അതെനിക്ക് കിട്ടിയില്ല. ഇപ്പൊ എനിക്ക് എന്റെ സന്തോഷം എന്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അമ്മ, ഞാൻ പോവുക. മോളെ, വേണ്ട, അവള് പോയിട്ട് വരട്ടെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു മക്കളും അച്ഛനമ്മമാരെ എങ്ങനെ നോക്കുന്നുവോ അത് തന്നെയാവും തിരിച്ചവർക്കും കിട്ടുക. പഴമക്കാർ പറയുന്നത് വെറുതെ ഒന്നുമല്ല. അത്രത്തോളം ഞാൻ എൻ്റെ അമ്മയെ ദ്രോഹിച്ചിരുന്നു. ഇനി ഓരോന്ന് ആലോചിച്ച് വെറുതെ മനസ്സ് വേദനിപ്പിക്കണ്ട. ചായ കുടിച്ചിട്ട് മരുന്ന് കുടിക്കാനുള്ളതാ. മോൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ. കൂട്ടുകാരെല്ലാരും വരുന്നുണ്ടത്രേ. വരൂ, ചായ കുടിക്കാം. അല്ല റഷീദേ, ഇജ്ജ് ഗൾഫിൽ പോണില്ലെന്ന് വെച്ചാ? അല്ല ബഷീർക്ക, ഞമ്മളിപ്പോ പോയി കഴിഞ്ഞാല് ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ഓളുമ്മ മാത്രല്ലേ ഉള്ളൂ. സാരല്യടോ, പടച്ചോൻ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല മനുഷ്യന്മാരെയൊക്കെ പടച്ചോൻ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാവും നിങ്ങളെ കൊണ്ടാകത്തതല്ലേ? അതെന്താ ബഷീറേ ഇജ്ജ് അങ്ങനെ പറഞ്ഞ്? ഓൻ അത്രയ്ക്ക് മോശ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഒരു സത്യം പറഞ്ഞല്ലേ. നിങ്ങളത് തമാശാക്കിയിട്ട് എടുക്കണ്ടെന്ന്. അല്ലേലും നീ ഏപ്പിനിട്ട് കുത്താൻ എടുക്കാനാണല്ലോ. പക്ഷെ നീ പറഞ്ഞതിലും സത്യമുണ്ട്. മാഫിയക്കാരെയും ലഹരി വിൽക്കുന്നവരെയും പണത്തിന് വേണ്ടി പുറത്തിറക്കാൻ നടക്കുമ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെന്ന കാര്യം ഞാൻ മറന്നു. ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. എൻ്റെ മകന്റെ അവസ്ഥ തന്നെ അറിയാലോ. പിന്നെ നീ ഇപ്പോ അന്ന് സമ്പാദിച്ചതിനേക്കാൾ ഇരട്ടി ചെലവഴിച്ച് ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്നില്ലേ? എന്തായാലും നമ്മളെ കുട്ടികൾക്ക് ഈ അവസ്ഥ വന്നപ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നോണ്ട് ആ മാരകലഹരിക്ക് ഒരു അറുതി വന്നില്ലേ? ഇപ്പോഴും ഇവിടെയുള്ള ചെക്കന്മാര് ഹാൻസിന്റെ പൊതി കൈ കൊട്ടിയിട്ട് ചുണ്ടിന്റെ സൈഡിൽ ഇങ്ങനെ തിരികെ കൊടുക്കണ കണ്ടാ തോന്നും ഗൾഫിൽ നിന്ന് സ്വർണം പൂത്തി കൊണ്ടുവരുന്ന മാതിരിയാ. അല്ല ചന്ദ്ര, അന്റെ ഇളയച്ചനെ അനിരുദ്ധപ്പോ വരാറുണ്ടാ? എന്താ അവന്റെ പാടിപ്പോ? ഒന്നും പറയണ്ട, അവരുടെ തർക്കം തീർക്കാനേ ഇപ്പൊ നേരമുള്ളൂ. ഞാനും ചിലതൊക്കെ അറിഞ്ഞ്. അതിനിപ്പോ അവനെ പറഞ്ഞിട്ടെന്താ കാര്യം? പ്രേമിച്ച് നടന്നിരുന്ന മാതിരിയാണോ കല്യാണം കഴിഞ്ഞാൽ? അത് തന്നെ. പ്രേമിച്ച് നടക്കുമ്പോ 24 മണിക്കൂറും ഫോണും കിന്നരിക്കലും. കല്യാണം കഴിഞ്ഞാൽ കിന്നരിക്കാൻ നേരമില്ല. അതിന്റെ പ്രശ്നങ്ങളും. എനിക്ക് വിശക്കുന്നു. എനിക്കെന്തെങ്കിലും കഴിക്കാൻ തന്നിരുന്നെങ്കിൽ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. വെറുതെ അല്ലട പഹയ എന്നെ പ്രാന്താന്ന് വിളിക്കണ്. ഇത് ഹോട്ടലല്ലട പഹയ, ബാർബർ ഷോപ്പാണ്. എന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയത് നീയാ. അതൊക്കെ കഴിഞ്ഞു പോയില്ലടോ. അതിനുള്ള ശിക്ഷയെന്നോണം ഇയാൾ ഈ അവസ്ഥയിലായില്ലേ? അതിൽ നമ്മളെല്ലാവരും കുറ്റക്കാർ തന്നെയല്ലേ? ഇന്ന് വീട്ടിലുള്ളവരോട് കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? അവർക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിന് പകരം പൈസയല്ലേ കൊടുക്കാറ്? അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങും. അവർക്ക് വാങ്ങാനുള്ളത് നല്ലതൊന്നല്ലല്ലോ. ഇതുപോലെ ലഹരികളല്ലേ. ഞാൻ ഇയാൾക്ക് വല്ലതും വാങ്ങി കൊടുക്കട്ടെ? കുറച്ച് കഞ്ചാവും കൂടെ മേടിച്ചു കൊടുക്കുവന്. നിങ്ങളൊക്കെ തന്നെ ഇവനെങ്ങനെ ബസലാക്കണ്. പട്ടിണി കിടന്ന് ചാവട്ടെ മഹൻ. അല്ല പിന്നെ ഓനോന്റെ വാപ്പാന്റെ മാതിരി തന്നെ.
ഓന്റെ വാപ്പ എപ്പോഴും പറയും വിശന്നു വരുന്നവന് അന്നം കൊടുക്കുന്നവനാണ് യഥാർത്ഥ മുസൽമാൻ എന്ന്. ഓന്റെ വാപ്പാന്റെ ചേൽക്കല്ലാതെ പിന്നെ അന്റെ ചേൽക്കുണ്ടാവുക? അല്ല റോയെ, അന്റെ പേരൻ്റെ അടുത്ത് കൂടെ ഇന്നലെ ഇങ്ങനെ പോരുമ്പോൾ അവിടുന്ന് പുക ഇങ്ങനെ പോകണ്ടല്ല, കൂട്ടത്തിൽ മണിയടിയും കേൾക്കുന്നുണ്ട്. എന്താ പോടാല പൂജ വല്ലതും നടക്കണ്ട? അതൊന്നും പറയണ്ട ബഷീറെ, അത് ലേശം അന്ധവിശ്വാസം കൂടിപ്പോയ ആളുകളാണ്. അവിടുത്തെ കുട്ടിക്ക് എന്തോ മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി ഹോമം പൂജയും നടത്തലാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കായിനെക്കാളും കൂടുതൽ പൂജയ്ക്ക് ചെലവാക്കിണ്ടാവും. ഹൈ, വല്ലാത്ത ജാതി തന്നെ. കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും. പലതരം അനുഭവങ്ങളും വരും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഈ മന്ത്രത്തിലും പൂജയിലും ഒക്കെ വിശ്വസിക്കും. നിനക്കിപ്പോ ഇത് പതിവാണല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീ നിന്റെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. ഒരുപാട് സന്തോഷിച്ചു അഹങ്കരിച്ചു നടന്നതിന് ദൈവം എനിക്കൊരു ശിക്ഷ തന്നു. അന്നു മുതൽ എന്റെ കണ്ണീര് തോർന്നിട്ടില്ല. ചേച്ചിയുടെ കഥ കേൾക്കാനല്ല ഞാൻ വന്നത്. ചേച്ചി, അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ആകുമ്പോ പഴയ പോലെ പെരുമാറാൻ കഴിയില്ല. എന്ന് വെച്ച് സ്നേഹമില്ലാന്നല്ല. സ്നേഹണ്ട്, എന്നോടൊന്നുമല്ല, വേറെ ആരോടെങ്കിലും ആവും. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നേരം വെളിച്ചാവുമ്പോ വണ്ടി എടുത്തോണ്ട് ഒരു പോക്കാ. പിന്നെ വൈകിട്ട് കുറേ സാധനങ്ങളുമായി വരും. ഒന്ന് ഫോൺ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നിനും നേരമില്ല. രാത്രി വല്ല ഫോണും വന്നാൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഒറ്റ പോക്കാ. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇതൊക്കെയാണ് ഇവളുടെ പ്രശ്നം. ഒരു കുടുംബം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ട് ഓടുമ്പോ അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് അറിയില്ല. 3 നേരം ഭക്ഷണത്തിന് മുട്ടില്ലാതെയും പറയുമ്പോ ഡ്രസ്സും സ്വർണവുമെല്ലാം വാങ്ങി തരുന്നത് ഈ രാവും പകലും ഇല്ലാതെ ഓടിയിട്ട് തന്നെയാണ്. നീയും കുട്ടിയും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ. അല്ല അനി, നീ ഇതെപ്പോ വന്നു? എല്ലാവരും ഉണ്ടല്ലോ. നിന്റെ കാര്യം തന്നെയായിരുന്നു ഇന്ന് ബാർബർ ഷോപ്പിലെ ചർച്ച. അതുപോലെ തന്നെയാണോ വന്നത്? അതോ വെറുതെ ഒരു വിസിറ്റാണോ? ആ മായേ, നീ ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തിരുന്നോ? നീ വരുന്നത് വല്യച്ഛ അറിഞ്ഞില്ലടാ. മായേ, നീ ഇവനെന്തെങ്കിലും കൊടുത്തോ? മോനെ, നീ വല്യമ്മൻ്റെ കൂടെ ചെല്ല്. അനി, നീ അവളെ കൂട്ടി അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ? ഇല്ല, കുഞ്ഞിനെ ഒന്നും കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. എങ്കിലും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കാണുമ്പോൾ പുറംതിരിഞ്ഞ് നടക്കാറാ പതിവ്. സാരമില്ല, ഒക്കെ ശരിയാവും. എന്നെ വിളിച്ചിരുന്നു. ആ, നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. നീ എന്തായാലും ഇന്ന് പോവണ്ട. എന്നാ നീ വണ്ടി എടുക്ക്, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. മായേ, എന്താ? സാധനം എന്തെങ്കിലും വാങ്ങണ്ടെങ്കിൽ പറ. ഇവരേതായാലും ഇന്ന് പോകുന്നില്ല. നാളെ അച്ഛൻ വരുന്നതല്ലേ. നമുക്ക് നാളെ എല്ലാവർക്കും കൂടി മോനെ ഒന്ന് കാണാൻ പോയാലോ? വേണ്ടടോ, കഴിഞ്ഞ ആഴ്ച പോയതല്ലേ. അവന് നല്ല മാറ്റമുണ്ട്. ഇനി നമ്മളെപ്പോഴും കണ്ടിട്ട് അവനൊരു വിഷമാവും. ഞാൻ പോയി വന്നോളാം. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയാ നിന്റെ വിശേഷം? ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉപ്പ എൻ്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. എന്താ നിന്റെ അയൽവാസി രാജൻ്റെ ഒക്കെ വിശേഷം? കുറേയായി ഞാൻ അതുവഴിയൊക്കെ വന്നിട്ട്. നമ്മളെന്നും കാണാറുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആളൊന്നും സാറായിക്കണ്. അവൻ്റെ മകളിപ്പോൾ എന്ത് ചെയ്യുന്നു? അവള് നഴ്സിങ്ങിന് പഠിക്കുക. ഇപ്പൊ അടുത്ത് ജോലി ആവുമെന്ന് പറഞ്ഞിരുന്നു. പ്രാന്ത 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 പ്രാന്ത. മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടല്ല. കൊട്ടാരത്തിന്റെ മുകളിലിരുന്നാലും കാക്ക ഗരുഡനാകില്ല. എന്താ നിന്റെ വിശപ്പ് മാറിയോ? ആരും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് ശരിയാ. അതാണ് ഇത്രയും നല്ല വാക്കുകൾ വരുന്നത്. പ്രാന്ത 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 പ്രാന്ത. എന്താണ് കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? നല്ല അടി വെച്ച് തരും ഞാൻ. സത്യം തുറന്നു പറയുന്നവനെ ഭ്രാന്തായെന്നും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ശകുനികളെ ബഹുമാനിച്ചു നടക്കുന്നവരല്ലേ. എനിക്ക് വിശക്കുന്നു.
ഒന്ന് എണീറ്റ് പോടാ ഭ്രാന്ത. നില്ലടി അവിടെ. നീ ഏതാ? ഞാൻ ഞാൻ അവൾ പാവാ, അവൾ കുട്ടിയല്ലേ. മാറി നിക്കടാ. നിന്നെ കൊണ്ട് അതും നഷ്ടായി. എവിടേക്കാ മോളെ കൊച്ചിനെയും കൊണ്ട്? അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും, നാമജപം ശീലമാക്കിയവന് പാപവും, മൗനം പാലിക്കുന്നവന് കലഹവും, ജാഗ്രത പാലിക്കുന്നവന് അപകടവും വന്നു ചേരില്ല. പാവാണവൾ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഈശ്വരൻ നൽകുന്ന ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയില്ല. മാറി നിക്കടാ. ഇന്നെന്താ ബഷീറെ, ആരും വന്നില്ലേ? 3-4 തല കിട്ടി. ആൾക്കാർക്കൊക്കെ ഇപ്പൊ പേഷൻ കട്ടിങ് അല്ലേ. ഇപ്പൊ വല്ല ബംഗാളി കട്ടിങ്ങാണ് ആൾക്കാർക്ക് പിടിക്കുള്ളൂ. അവരാകുമ്പോ മുഖത്ത് ഓരോന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലർ പോലെയല്ലേ. ഇങ്ങക്കും അത് പഠിച്ചൂടെ? നമ്മക്കതൊന്നും ശരിയാവില്ല. അതൊക്കെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ നോക്കിക്കോളും. നമ്മക്കിപ്പോ 4 കല്യാണം ശരിയാക്കാൻ പോരെ. അതാപ്പോ നല്ലത്. അല്ല നേതാവേ, എന്ന് എത്തിയ തിരുവനന്തപുരത്തുനിന്ന്? ഇന്ന് രാവിലെ എത്തിയുള്ളൂ. മന്ത്രിമാർക്കും MLA-മാർക്കും എന്ത് കാര്യം ചോദിക്കാനും ഞാൻ തന്നെ വേണ്ടേ? എല്ലാറ്റിനും അവർക്ക് ഞാൻ തന്നെ വേണം. അല്ല കൃഷ്ണ, ഇന്നലെ മന്ത്രിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടല്ല. അതിലൊരു തോർത്തും തോളിലിട്ട് ചായ കൊണ്ടു കൊടുക്കുന്ന സീൻ കണ്ടല്ല. ഒരു നല്ല ചായ കൊടുക്കണമെങ്കിലും ഞാൻ തന്നെ വേണം. ഹഹാ, അതെ അതെ. ചായ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അലക്കാനും തൂത്ത് തുടയ്ക്കാനും നീ ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ. ആ, നമ്മളെ MLA ആണ് വിളിക്കുന്നത്. ആ സാറേ പറയേ. ആ സാറപ്പ വരാ. അത്യാവശ്യമായിട്ടാണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ. എന്താ പ്രശ്നം? ഹലോ ഹലോ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ? സാർ ഇവിടെ പോയിന്റെ തല്ലി നടക്കണ്. ഞാൻ ഇവിടെ നമ്മളെ താഴത്തങ്ങാടിന്നേ ബാർബർ ഷാപ്പിൽ നിന്ന് വിളിക്കണ്. ഒന്ന് വേഗം വരി. സാറേ, ഇവൻ കാരണം പെണ്ണുങ്ങൾക്ക് വഴിയെടുക്കാൻ പറ്റാതായി. അല്ല, സാർ ഇവിടെ ആദ്യം കോൺസ്റ്റബിളായിട്ടിരുന്ന ആളല്ലേ? ഇപ്പൊ സാറാണല്ലേ ഇവിടുത്തെ SI? സാറേ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഗുണ്ടാപണിയുണ്ട് ഇവന്. ഇവനെ പോലുള്ളവരാണ് ഈ നാടിനാപത്ത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചു ചീന്തി വിലസി നടക്കുന്ന ഇവനെ പോലുള്ളവരെ പുറത്തിറക്കാൻ നിങ്ങളെ പോലുള്ള പ്രമാണിമാരുണ്ടല്ലോ. സാറേ, സാർ ഇത് മുമ്പാണ് പറഞ്ഞതെങ്കിൽ കേട്ടു നിന്നേനെ. ഇത് ആ റോയല്ല. ഇന്ന് ഇവനെ പോലെയുള്ളവരെ ഒന്ന് ജയിലിൽ പോകാൻ ഒരു മടിയുമില്ല ഈ റോയിക്ക്. നടക്കേ. അതാ നല്ല റോയെ. ഇപ്പൊ ഗൾഫ് പോയാൽ കിട്ടാത്ത അത്ര കായല്ലേ ജയിലിൽ നിന്ന് കിട്ടണ്. ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോ 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടും വെക്കാനുള്ള കായ് നമ്മളെ കൈ കിട്ടും. അത്രയും കായ് ഇവിടെ നയിച്ചാൽ നമുക്ക് കിട്ടുമോ? ആ പറഞ്ഞത് ശരിയാ ബഷീറെ. ഇതുപോലുള്ളവരെ കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല, അതെല്ലാം നിയമം നോക്കിക്കോളും. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കൽവിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തി, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. അല്ലെന്നേ, നിങ്ങൾ എന്താണ് ഈ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്നപ്പോ ഉപ്പാനെ കുറിച്ചൊന്ന് ആലോചിച്ചു. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ടാട്ടാ. ഇനി ഉമ്മ കേട്ടാ അത് മതിയാവും. അല്ല, ഉമ്മ എന്താ ചെയ്യണേ? ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഇജ്ജ് നന്നായി നോക്കണട്ടാ. ഉപ്പ പോയതിനു ശേഷം ഉമ്മ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ആകെപ്പാടുള്ളത് ആ പ്രിയ ചേച്ചി വരുമ്പോഴാ വല്ലതൊക്കെ പറയുന്നതും ചിരിക്കുന്നതും. ഹാ, നിങ്ങൾ ഉമ്മാന്ന് പറഞ്ഞാ ആ ഞമ്മളെയും കൂടെ ഉമ്മയല്ലേ? പിന്നെ എന്റെ ഉമ്മയും ഉപ്പയും ഒന്ന് വരാന്ന് പറഞ്ഞീനു. നിങ്ങൾ പുറത്തു പോണുണ്ടെങ്കില്
കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങി വരണം. പിന്നെ പുറത്തു പോകുമ്പോ ഞമ്മളെക്കാളും മൊഞ്ചുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. നീ ഓരോ വായി നോക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട. അന്നക്കാട്ടി മൊഞ്ചുള്ള ആരാണ് ഇവിടെ ഉള്ളത്? മതി മതി, അത് നിങ്ങളെ വാപ്പ പണ്ട് ഉമ്മാനോട് പറഞ്ഞല്ലേ, അതൊക്കെ ഞമ്മള് കേട്ടുകണ്. അത് നിങ്ങള് റിപ്പീറ്റ് ചെയ്യണ്ടാട്ടാ. ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരാം. ജാ വണ്ടിയുടെ ചാവിങ് എടുത്താ. ഉമ്മ, ഞാൻ പുറത്തൊന്ന് പോവുക. നിങ്ങക്ക് എന്തെങ്കിലും കൊണ്ടുവരണ? ഇക്കൊന്നും വേണ്ട. ഇജ്ജ് പോകുമ്പോ ആ രാജന്റെ വീട്ടിൽ പോയി ഓലിക്ക് എന്താ വേണ്ടിച്ചാ അത് വാങ്ങിക്കൊടുക്ക്. ഓന് മരുന്നൊക്കെ ഉണ്ടാണാവോ. അന്റെ ഉപ്പാക്ക് ഓനിച്ച ജീവനാർന്ന്. കാരണം ഓ ഉപ്പ പറഞ്ഞ മാത്രമേ കേൾക്കണ്ടായിരുന്നുള്ളൂ. മതി മതി, ഇനി അതും പറഞ്ഞു വിഷമിക്കണ്ട. ഞാൻ ഓൽക്ക് എന്താ വേണ്ടിച്ചാ വാങ്ങിക്കൊടുത്തോളാം. സർ, ഇന്ന് ടൗണിൽ പ്രശ്നം ഉണ്ടാക്കിയവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ നാളെ കോടതിയിൽ ഹാജരാക്കണം. സർ, ഇവനെ പോലുള്ളവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ. താൻ ഇനി ആവേശം കൊണ്ട് ഓരോന്നും ചെയ്യണ്ട, പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. എന്താ മുഖത്തൊരു ഗൗരവം? ഇപ്പോ ഒരുത്തനെ കൊണ്ടുവന്നിട്ടില്ലേ, അവനെ കോടതി കയറ്റുന്ന മുമ്പ് എന്റെ കലിപ്പ് ഞാൻ തീർക്കും. പിന്നെ SI സാർ ഉള്ളോണ്ടാ ഞാനൊന്ന് ഒതുങ്ങിയത്. നീ ഒന്ന് അടങ്ങ്, സാർ ഇപ്പൊ വരും. നീ അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. അവനിങ്ങ് വരട്ടെ, ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടിലഴിഞ്ഞിട്ടേ അവനിവിടുന്ന് പോവൂ. ഇയാള് പാവാണ്, ഇങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെന്തിനാ തെറ്റുകാരനെന്ന് അറിയാതെ പെരുമാറുണ്ട്. എവിടെ SI സാർ എവിടെ? നിന്നെവരെന്തെങ്കിലും ചെയ്തോ? നീ പേടിക്കണ്ട. എത്ര കാശ് കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടു പോകും. അതിന് ഞങ്ങള് കോടതി കൊണ്ടുപോവാണ്. നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഞാൻ ഇറക്കിക്കൊണ്ടുവരും. എത്ര കാശ് എറിഞ്ഞിട്ടായാലും വേണ്ടില്ല, നിന്നെ ഇറക്കാൻ വക്കീലുമായിട്ട് ഞാൻ വരും. അത് ഞങ്ങൾക്കറിയാം. ഇവനെപ്പോലുള്ളവരാ നാടിനാപത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പറ്റാതെ പണത്തിനു വേണ്ടി എന്ത് നെറികെട്ട കളിയും കളിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഇവൻ ആവശ്യമായിരിക്കാം. പണ്ട് ഞാനിവിടെ കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോ ഇറക്കിക്കൊണ്ടുപോകാൻ ഒരു പ്രമാണി ഉണ്ടായിരുന്നു ഇവിടെ. അവസാനം അയാൾക്ക് തിരിച്ചറിവുണ്ടാകാൻ സ്വന്തം കുടുംബത്തിലെ അവസ്ഥ വേണ്ടി വന്നു. അന്നിവിടെ ഉണ്ടായിരുന്ന SI നിന്നേക്കാൾ കൊലകൊമ്പന്മാരെ ഒതുക്കിയിട്ടുള്ള സാറായിരുന്നു. എന്നിട്ടിപ്പോ അദ്ദേഹത്തിന്റെ ഗതി എന്താ? അത് ഓർമ്മയിലിരിക്കട്ടെ. ഇത് ഭീഷണിയായിരിക്കും. ഈ യൂണിഫോം അണിഞ്ഞിരിക്കുമ്പോ ഓരോ കുറ്റവാളികൾക്ക് വേണ്ടിയും നിങ്ങളുടെ പാദസേവ ചെയ്യാമെന്ന അവസ്ഥ വന്നാൽ അന്നൂരിക്കളയും ഞാൻ ഈ യൂണിഫോം. നാട്ടിൽ വല്ല നാടൻ പണിയുമെടുത്ത് ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം കഴിയും. സാറേ, ഞാൻ വന്നു. എന്തായി? അവനെ ഇറക്കാനുള്ള പദ്ധതികളൊക്കെ തയ്യാറായോ? ആ SI ഒരു നിസ്സാരക്കാരനല്ല. കാക്കിയില്ലെങ്കിലും പറമ്പിൽ പണിയെടുത്ത് ജീവിക്കാന്നാണ് അയാൾ പറയുന്നത്. അവൻ അത്രയ്ക്കായോ? ഒരിക്കൽ ഞാനവനൊന്ന് ഓങ്ങി വെച്ചതാ. നീ ആ വക്കീലിനെ ഏർപ്പാടാക്കിയോ? ഓ, പറഞ്ഞിട്ടുണ്ട്. നല്ല ഫീസാണ് കേട്ടോ. സാർ, ഞാൻ അറിഞ്ഞു. അവന് വലിയ അഹങ്കാരമാണ്. ഒരു കോൺസ്റ്റബിളിൽ നിന്ന് SIയിലേക്ക് എത്തിയപ്പോൾ അവന് ലേശ അഹങ്കാരം കൂടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അവിടെ പോകുന്നുണ്ട്. അവനെ സ്ഥലം മാറ്റാനുള്ള കാര്യങ്ങൾ വേഗം നോക്കണം. എങ്കിൽ സാറേ വിളിക്കാം. അവനെ പെട്ടെന്ന് സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ വിക്രമനോട് പറയണം, എന്തൊക്കെ സഹിച്ചാലും ഒന്നും പുറത്ത് പറയരുതെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇറങ്ങട്ടെ. അന്നത്തെ SIക്ക് കൊടുത്ത പോലെ പണി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. വരട്ടെ. ആദ്യം ഞാനവനെ ഒന്ന് കാണട്ടെ. അമ്മേ, എനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോ അച്ഛനും അമ്മയ്ക്കും വാങ്ങിയതാ. അച്ഛനെവിടെ? അച്ഛൻ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ അമ്മ ഇത് വെക്കി. ഞാൻ വന്നെന്ന് പറയണ്ട. അച്ഛന് സർപ്രൈസായിട്ട് ഞാൻ ഈ ഡ്രസ്സും എൻ്റെ ശമ്പളവും അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും.
മോളെ, ഇത്രയും നീ അച്ഛനെ സ്നേഹിച്ചിട്ടാണോ അച്ഛനോട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന്? അച്ഛൻ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അച്ഛന് വയ്യാത്തതല്ലേ. ആ വിഷമം വേണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പെരുമാറുന്നത്. അങ്ങനെയല്ല മോളെ, അച്ഛന് നിന്നോട് ഒരുപാട് സംസാരിക്കാനും നിന്റെ കൈ പിടിച്ച് നടക്കാനും ആഗ്രഹമുണ്ട്. ശരി അമ്മേ, എങ്കിൽ നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. ഞാൻ അനിയേട്ടൻ്റെ വണ്ടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ റെഡിയാവും, ഞാൻ കുളിക്കട്ടെ. അച്ഛനോട് ഞാൻ വന്നത് പറയലട്ടോ. ഈശ്വരാ, എന്റെ തുപ്രങ്ങോട്ടപ്പ, ഇതറിയുമ്പോ തന്നെ ഏട്ടന്റെ അസുഖം മാറും. അമ്മേ, അമ്മ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇന്നെന്താ മുഖത്തൊരു സന്തോഷം? ചെറിയൊരു സന്തോഷമുണ്ട്. പക്ഷേ എന്തോ മനസ്സിലൊരു വേജാറ് പോലെ. ഷർട്ട് ഇടാൻ എന്നെ വിളിച്ചാ പോരെ? മോള് വന്നോ? ആ, വന്നു. അച്ഛാ, എനിക്ക് അച്ഛനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് ആദ്യ ശമ്പളം കിട്ടി. ഇനി ഞാൻ അച്ഛനെ നോക്കും. നല്ലൊരു ഡോക്ടറെ കാണിച്ച് എല്ലാ അസുഖവും മാറ്റും. നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. അച്ഛാ, ഞാൻ അനിയേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളുടെ ആദ്യ ശമ്പളാ, അത് വാങ്ങി മോളെ അനുഗ്രഹിക്കേട്ടാ. വാ, എണീക്ക്. അച്ഛാ, എണീക്കച്ഛാ. ഈശ്വര, എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കണത്? ഞങ്ങക്ക് സന്തോഷിക്കാൻ പാടില്ലെന്നുണ്ടാ? അച്ഛാ, എന്താ ചേച്ചി പറ്റിയത്? രാജേട്ടാ, രാജേട്ടാ, അല്ല, ഈ എന്താ അയാളെങ്ങനെ നോക്കണത്? അല്ല പ്രിയേച്ചിയെ, നമ്മൾ ഇയാളെ എവിടെയോ കണ്ടിക്കണ്. അതൊരു ഭ്രാന്തനാ. ഈ വേഗം കൊണ്ട് പോരെ. അയാളെ പറ്റി നല്ലതൊന്നല്ല കേക്കണത്. അല്ലെന്ന്, അയാളെ നമ്മൾ എവിടെയോ. ആ, അയാള് നമ്മളെ കോളേജിൽ പഠിപ്പിച്ച സാറിനെ പോലെ ഉണ്ടല്ലോ. അല്ലേക്കും. വാ പ്രിയേച്ചിയെ, നമുക്ക് പോവാം. മക്കളെ, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും തരുമോ? വാ, നമുക്ക് വേഗം പോവാം. എനിക്ക് പേടിയാവുണ്ട്. പാവല്ലേ, എൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, അത് കൊടുക്ക. ഞാനില്ല, അമ്മ പറഞ്ഞു അയാളുടെ അടുത്ത് പോകണ്ടെന്ന്. അയാൾ കുട്ടികളെ കൊല്ലത്രേ. മലമുകളോളമെന്നധ്വാനം തള്ളുന്നു, ചിരിയോടെ താഴേക്കതിനെയുരുട്ടുന്നു. മലമുകളോളമെന്നധ്വാനം തള്ളുന്നു, ചിരിയോടെ താഴേക്കതിനെയുരുട്ടുന്നു. ഭ്രാന്തനിൽ നിന്നെ വിളിക്കുന്നു ലോകമേ. ഭ്രാന്തനിൽ നിന്നെ വിളിക്കുന്നു ലോകമേ. നിൻ ഭാണ്ഡക്കെട്ടിലും കല്ലല്ലേ മാനുഷ. നേടുന്നു നിങ്ങൾ വെമ്പലോടെപ്പോഴും, കുന്നുപോൽ ഭാരങ്ങൾ പേറിടുന്നു. നേടുന്നു നിങ്ങൾ വെമ്പലോടെപ്പോഴും, കുന്നു
ഉച്ചിയിലെത്തുമ്പോൾ ശൂന്യമാം കൈകളാൽ മണ്ണടിഞ്ഞു പോകുന്നു വിയർപ്പു തുള്ളികൾ. എന്റേതെന്നോതിയതൊക്കെയും താഴേക്കും മറിഞ്ഞു വീഴുന്നതു കാൺക നീ. എന്റേതെന്നോതിയതൊക്കെയും താഴേക്കും മറിഞ്ഞു വീഴുന്നതു കാൺക നീ. വീഴ്ചയിൽ തകരുന്ന കല്ലിൻ്റെ ഗർജനം കേട്ടു ചിരിക്കുന്നു നിസ്സംഗനായി ഞാൻ. വീഴ്ചയിൽ തകരുന്ന കല്ലിൻ്റെ ഗർജനം കേട്ടു ചിരിക്കുന്നു നിസ്സംഗനായി ഞാൻ. അരിയും കനലുമെൻ കാലിലെ നീരും അറിവിൻ വെളിച്ചമായി മാറ്റുന്നു ഞാൻ. അരിയും കനലുമെൻ കാലിലെ നീരും അറിവിൻ വെളിച്ചമായി മാറ്റുന്നു ഞാൻ. ഭ്രാന്തനായി വാഴുന്നതെങ്കിലും സത്യത്തിൽ മാന്ത്രിക കണ്ണാടിയാകുന്നു ഞാൻ. മാന്ത്രിക കണ്ണാടിയാകുന്നു ഞാൻ. മാന്ത്രിക കണ്ണാടിയാകുന്നു ഞാൻ. എത്ര മുകളിൽ നിന്ന് വിളിച്ചാലും ഇവനെ വിടില്ലല്ലേ? ഇത് നല്ലതിനുള്ള കളിയല്ല. ഇവൻ ചെയ്ത തെറ്റിനുള്ള തെളിവെന്താ? എന്താ എന്താ നിങ്ങൾ ഈ കാട്ടുന്നത്? സാറേ, എൻ്റെ മകനെ ഈ അവസ്ഥയിലെത്തിച്ചത് ഇവനെ പോലുള്ളവരാ. എന്നിട്ടവൻ കുട്ടികളോടൊപ്പം പാട്ടും പാടിക്കൊണ്ട് നിൽക്കുന്നു, അവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിന് നിങ്ങൾ നിയമം കയ്യിലെടുക്കണ്ട. പിന്നെ ഇവനാണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇവന്റെ കഥ അറിയോ നിങ്ങൾക്ക്? ഇവൻ ആരാണെന്നറിയോ? നല്ലൊരു അധ്യാപകനായിരുന്നു. ഇവന്റെ മുന്നിലിട്ട് ഭാര്യയെയും മകളെയും ക്രൂരമായി നശിപ്പിച്ചു കൊന്നവർ ഇവന്റെ തലക്കടിച്ചു. ഭാര്യയുടെയും മകളുടെയും മരണം കണ്ടതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെയായത്. അല്ലാതെ കള്ളും കഞ്ചാവുമല്ല ഇവനെ ഈ നിലയിൽ എത്തിച്ചത്. പിന്നെ നിങ്ങളുടെ മകനെ ലഹരി എത്തിച്ചു കൊടുത്തത് ഇവനാ. സാറേ, അതെനിക്കറിയില്ലായിരുന്നു. കണ്ടില്ലേ? ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങളെപ്പോലുള്ളവരാണ് ഇവരെ വളർത്തുന്നത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം നിങ്ങളുടെ രാഷ്ട്രീയം. ആ തിരിച്ചറിവുണ്ടാവണം. അന്ന് നീ ഇവനെ തല്ലിയത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെ പോയവനാണിവൻ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. സാറേ, ഞാൻ വന്നു. നിന്നെ ഇറക്കാൻ ലക്ഷങ്ങൾ എറിയേണ്ടി വന്നു. എത്ര ലക്ഷമായാലും നിന്നെ ഇറക്കണമെന്നത് എൻ്റെ ആവശ്യമായിരുന്നു. ആ SI ഒന്ന് ബലം പിടിച്ചതാ, അല്ലെങ്കിൽ കോടതി വരെ എത്തില്ലായിരുന്നു. അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവര് നിന്നെ വല്ലതും ചെയ്തോ വിക്രമ? എന്നെ വല്ലതവർ ചെയ്തിരുന്നെങ്കിൽ അവരെല്ലാത്തിനും ഞാൻ കൊന്നേനെ. നീ അടങ്ങ്, സമയം വരും. അത് വല്ലാതെ വൈകരുത്. ഇല്ല, ഇനി വൈകിച്ചാൽ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. പറ, ഞാൻ എന്താ വേണ്ടത്? അവനങ്ങ് തീർത്താലോ? അവന് എന്നെ ഒന്നും ഒരു വിലയില്ല. വരട്ടെ, അവനെ നമുക്ക് തഞ്ചത്തിൽ ഒത്തുകിട്ടും. അതിന് നല്ലൊരവസരമുണ്ട്. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ മരക്കൂട്ടത്തിനടുത്തുള്ള സ്ഥലത്ത് വെച്ച് നോക്കാം. ഇനി വൈകിക്കണ്ട. അന്ന് ആ മാഷുടെ കയ്യിലുള്ള എല്ലാ രഹസ്യങ്ങൾക്കും വേണ്ടി അവനെ കൊല്ലാൻ പറഞ്ഞയച്ചപ്പോ അവന്റെ ഭാര്യയെയും മക്കളെയും കണ്ട് മതിമറന്ന പോലെ ആകരുത്. എന്നാലെന്താ, അവന് ഭ്രാന്തായില്ലേ? അവനിപ്പോ എന്താ അറിയാനാ?
എങ്കിലും ചില നേരത്ത് അവന്റെ വാക്കുകൾ എന്തൊക്കെയോ നിഗൂഢത ഉള്ളതുപോലെ. ആ ഭ്രാന്തൻ എന്തു പറയാനാടോ? അപ്പോ നാളെ ഇനിയൊരു അവസരത്തിന് കാത്തു നിൽക്കണ്ട. അവനെ സ്ഥലം മാറ്റുകയല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുകയാ. മുത്തശ്ശ ആ മോനെ, അമ്മയും അച്ഛനും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇതാരാ നിന്റെ കൂടെ കളിക്കുന്നത്? ഇതെന്റെ കൂട്ടുകാരാ. എന്താ കൂട്ടുകാരുടെ പേര്? ഞാൻ അഭിഷേക്, അവൻ അഭിനവ്. ആ, എന്നാ നിങ്ങൾ കളിച്ചോളൂ കേട്ടാ. മോളെ, മായ മോളെ. അച്ഛാ, അച്ഛൻ എത്തിയോ? ആ, ചന്ദ്രൻ എവിടെ? പുറത്തു പോയതാ അച്ഛാ. അനിയും ഉണ്ട് ഒപ്പം. അച്ഛൻ ഇരിക്കേ. ആ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം. ആ അച്ഛാ, അച്ഛനെപ്പോ വന്നു? ആ, ഇതാ ഇപ്പൊ വന്നുള്ളൂ. ഉത്സവത്തിന് നീ വരാൻ പറഞ്ഞത് കാരണം വന്നതാ. വയ്യ, ഇനി എത്ര കാലം തനിച്ചായി പോയില്ലേ? തനിച്ചാ? ഞങ്ങളൊക്കെ ഇല്ല അച്ഛാ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ വീട്ടിലെ കാര്യാ പറഞ്ഞേ. അച്ഛനോട് ഇങ്ങോട്ട് വരാൻ എത്രയായി ഞാൻ പറയുന്നു. നിന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണാ. അവിടം വിട്ടു പോരാൻ എനിക്ക് കഴിയില്ല. അവളെ തനിച്ചാക്കി. ചന്ദ്ര, നിനക്ക് ഒഴിവുള്ളപ്പോൾ അവിടെ ഒന്ന് വരണം. ഞാനില്ലെങ്കിലും ആ മണ്ണ് അനാഥമായി പോകരുതല്ലോ. എനിക്കിനി എത്ര കാലം? പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അവരെക്കുറിച്ച് ഉള്ളിലൊരു ആദിയാണ്. സ്വന്തം മക്കളെ ഒരാപത്തും കൂടാതെ, നാലാളെ കൊണ്ട് പറയിക്കാതെ ഒരുത്തന്റെ കൂടെ കൈപിടിച്ച് ഏൽപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം. പക്ഷേ അത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തന്റെ കൂടെ ഓടിപ്പോകുമ്പോ ആ അച്ഛനമ്മമാരുടെ മനസ്സ് കാണാൻ ഒരിക്കലും അവർക്ക് സാധിച്ചില്ലല്ലോ. മോളെ, നിങ്ങൾ എന്ന് വരും നാളെ വരും എന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പിന്നെ എൻ്റെ ചെറിയ വാശിയും പ്രായമുള്ളതുകൊണ്ടായിരിക്കാം ഇന്നത്തെ നിലപാടിനോട് പൊരുത്തപ്പെടാനും കഴിഞ്ഞില്ല. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് അച്ഛനെയും ചേച്ചിയെയും ഇട്ടെറിഞ്ഞ് ഞാൻ പോയി. ഏട്ടൻ എന്നും പറയും അച്ഛനെ പോയൊന്ന് കാണാന്ന്. അച്ഛന്റെ പ്രതികരണം എന്താവുമെന്ന് കരുതി ഞാൻ. മോനെ, നീ ഇവളെ നന്നായി നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സന്തോഷായി. നിങ്ങൾ വരണം. അച്ഛാ, ഞങ്ങൾ വരും. അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ ഉണ്ടാകും. അച്ഛന് 2 പെൺകുട്ടികൾ മാത്രമല്ല, ഞങ്ങൾ 2 ആൺകുട്ടികൾ കൂടിയുണ്ട്. ഞങ്ങളുണ്ടാവും എന്നും അച്ഛൻ്റെ കൂടെ. ആ, ചന്ദ്രന്റെ മോനല്ലേ ഇത്? വാ, അച്ഛൻ അവിടെ പോയി? അച്ഛൻ പുറത്തു പോയതാ. എന്നോട് ഇവിടുന്ന് മുടി കെട്ടി ചെല്ലാൻ പറഞ്ഞു. ആ, റോയിയോ? ആ, ഇന്ന് മോനായിട്ടാളെ വന്നിക്കണ്. ഇവൻ അന്നത്തേന് ശേഷം വീട്ടിൽ തന്നെ ചടച്ചിരിക്കുകയാണ്. ഇജ്ജ് എന്തിനാടെ പേടിക്കണ്? ഒക്കെ ശരിയാവും. ഇജ്ജ് ഓനെ നോക്ക്. ഓന്റെ ചെറുപ്പത്തിലേ ഓന്റെ ഏട്ടൻ ഓന്റെ അമ്മേനെയും ഓനെയും വിട്ടെങ്കിൽ ഓർമ്മയില്ലേ? കുറച്ചു കാലം ഇവന് കുറച്ച് പേടിയും ബേജാറൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഓൻ ചുണക്കുട്ടിയായില്ലേ? ഇവനിപ്പോ ഒരുപാട് മാറി. ചന്ദ്രന്റെ മൂത്ത മകനും ഇപ്പോ എല്ലാം ശരിയായി ഉടനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 3 ആള് ഒരേമാതിരി ആയ? ഇതിപ്പോ ഞമ്മക്ക് പ്രാന്തായതാണോ അതങ്ങക്ക് പ്രാന്തായതാ? ഇവനല്ലിടോ ഭ്രാന്ത്. ഇവന് ഭ്രാന്താന്ന് വിളിക്കുന്നവർക്കാ ഭ്രാന്ത്. ബഷീർക്ക,
ഇവന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയേ ഇവനെ നല്ലൊരു കുട്ടപ്പനാക്കിക്ക. ഒന്ന് ശ്രദ്ധിച്ചോ ബഷീറെ, വല്ല ഇഴജന്തുക്കളും ഉണ്ടാകും. എല്ലാരും വിട്ടുന്നാളി. ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ജാതിയാണ് പുറത്ത് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റൂല. ബഷീർക്ക, വന്യജീവികളൊക്കെ കൊന്ന കേസുള്ള കാര്യട്ടാ, അത് നോക്കി വെട്ടിക്കോളുണ്ട്. ആനയുടെ മാതിരി പുറകെ കണ്ട് പേമൂത്ത് ദിനോസറായും തോന്നുന്നുണ്ട്. മതിയടോ കളിയാക്കിയത്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ലോകം എന്നെ ഭ്രാന്താന്ന് വിളിച്ചു. കാരണം ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ നീ ഈ ലോകത്തെ മുഴുവൻ ഭ്രാന്തനാക്കി. മോളെ, നിങ്ങളെ കൊന്നവരെ ഞാൻ കൊന്നു. നിങ്ങളെപ്പോലെ ഇനി ഒരു കുടുംബത്തിനും ഈ അവസ്ഥ വരരുത്. എന്നെ പോലെ ഇനി ഒരു അച്ഛനും ഉണ്ടാവരുത്. ഇങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ എന്റെ കുട്ടികൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഏട്ടാ, എനിക്ക് സന്തോഷായി. ഭക്തജനങ്ങളെ, തുപ്പക്കോട് മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ ഒന്നാം ദിവസം നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ നാട്ടുകൂട്ടായ്മയായ നമ്മളിതിന് പറഞ്ഞു, ആരും പ്രൊഫഷണൽ അഭിനേതാക്കളോ ആരുമല്ല, എന്നിട്ട് പോലും നമ്മൾ കാണികളെ പിടിച്ചിരുത്തിയ പ്രകടനം കാഴ്ചവെച്ച തുപ്പക്കോട് മൃത്യുഞ്ജയ കലാ സാംസ്കാരിക വേദി തുപ്പക്കോട് അവതരിപ്പിച്ച തിരിച്ചറിവ് എന്ന നാടകത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ അവതരിപ്പിച്ച ഓരോരുത്തർക്കും തുപ്പക്കോട് ദേവസ്വത്തിന്റെയും ക്ഷേത്രം നവീകരണ കമ്മിറ്റി, ആഘോഷ കമ്മിറ്റി, മാതൃസമിതി എന്നിവയുടെ എല്ലാം പേരിലുള്ള തുപ്പക്കോട്ടപ്പന്റെ നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ നാടകം അവതരിപ്പിച്ച ഓരോരുത്തർക്കും ദേവസ്വത്തിന്റെ ഭാഗ്യയായ ചെറിയൊരു സ്നേഹോപഹാരം ഞങ്ങൾ നൽകുന്നുണ്ട്. അത് നൽകുന്നതിനായി നവീകരണ കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ രാജൻ പാണാട്ട് അവർകളാണ്. രാജൻ പാണാട്ട് അവർകളെയും ഏറ്റുവാങ്ങുന്നതിനായി മൃത്യുഞ്ജയ കലാ സാംസ്കാരിക വേദിയിലെ എല്ലാവരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദിയിൽ ഈ ഭഗവത് സന്നിധിയിലെത്തി നാടകം അവതരിപ്പിച്ച മൃത്യുഞ്ജയ കലാ സാംസ്കാരിക വേദി തുപ്പക്കോടിലെ എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
ഉപഹാരം നൽകുന്നതിന് ചെയർമാൻ രതീശേട്ടനെയും സെക്രട്ടറി രാജേട്ടനെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.